രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി.ജെ.പി. അധ്യക്ഷനാകുന്നതോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിൽ അതിനിർണായകമായ ഒരു മാറ്റമാണ് സംഭവിക്കുന്നത്. അടിത്തട്ടിൽ പ്രവർത്തിച്ചു വന്നവരാണ് സംസ്ഥാനത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് നാളിതുവരെ എത്തിയിട്ടുള്ളത്. രാജീവ് ചന്ദ്രശേഖർ അത് തിരുത്തി കുറിക്കുന്നു. RSSുമായോ ബി.ജെ.പിയുമായോ അടിത്തട്ടിൽ പ്രവർത്തിച്ച് ഒരു പരിചയവുമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്തെ ബി.ജെ.പി. അധ്യക്ഷനാകുന്നത് കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ശോഭാ സുരേന്ദ്രനെയും എല്ലാം അട്ടിമറിച്ചാണ്. കോർപ്പറേറ്റ് മേഖലയിൽ കുന്നുകൂട്ടിയ സമ്പത്താണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പിൻബലം. ഒപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന ഇടതുവിരുദ്ധ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയും രാജീവ് ചന്ദ്രശേഖറിന് തുണയായി. സാധാരണ പാർട്ടി പ്രവർത്തകരെ പാടെ അവഗണിക്കുന്ന കേന്ദ്ര നിലപാട് കേരളത്തിൽ ബി.ജെ.പിയുടെ അടിത്തറ തോണ്ടുമോ? പ്രവർത്തകർ രാജീവ് ചന്ദ്രശേഖരെ അംഗീകരിക്കുമോ? ഈവനിംഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആദ്യം വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ കഴിയും, അടിത്തട്ട് മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ അല്ലെങ്കിൽ അതിൽ താഴേക്കുള്ള പ്രവർത്തന പരിചയമുള്ള നേതാക്കൾ പിന്നീട് ഉയർന്നു വന്ന് അതാത് പാർട്ടികളുടെ സെക്രട്ടറിയായോ പ്രസിഡൻ്റായോ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് വരെ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ബി.ജെ.പി. ആ ഒരു പാരമ്പര്യത്തിന് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് മാറ്റം കുറിച്ചിരിക്കുന്നു. ലാറ്ററൽ എൻട്രിയായി രാജീവ് ചന്ദ്രശേഖർ വരികയാണ്. വിജിൻ. ഷമ്മി, എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം പ്രകാശ് ജാവദേക്കർ അവതരിപ്പിച്ചത്. ഇതിൽ ഈ ഒരു പേര് മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത്. എന്തായാലും മറ്റൊരു നാമനിർദ്ദേശ പത്രിക നൽകുന്ന ഒരു പതിവ് ഒരു രീതി ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ ഒറ്റ നോമിനേഷനിൽ തന്നെ അത് അവസാനിക്കുകയും ചെയ്യും. എന്തായാലും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ആരും ഈ മണിക്കൂറുകളിൽ അവസാന നിമിഷം വരെ കാര്യങ്ങൾ ഒന്നും അറിഞ്ഞിരുന്നില്ല. കേന്ദ്ര നേതൃത്വം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണ് എത്തുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല. സുരേന്ദ്രൻ മാറുമെന്നുള്ള ചില സാധ്യതകൾ ചില നേതാക്കളൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും പുതിയ ഒരു അധ്യക്ഷനായി M.T. രമേശോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളോ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നേതാക്കൾ. അല്ലെങ്കിൽ കുമ്മനം രാജശേഖരനെ കൊണ്ടുവന്നതുപോലെ RSSൽ നിന്നുള്ള ആരെങ്കിലും ഭാരവാഹിയായി കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയൊക്കെ RSS നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ കണ്ടിരുന്നു. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇങ്ങനെയൊരു രാഷ്ട്രീയ പാരമ്പര്യം നന്നേ കുറവുള്ള രാജീവ് ചന്ദ്രശേഖർ എന്ന ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയായിട്ടുള്ള ഒപ്പം തന്നെ വ്യവസായിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. എന്തായാലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ആ നടപടികളിൽ ഒക്കെ ഭാഗവാക്കായത് രാജീവ് ചന്ദ്രശേഖർ. അതിൽ നിന്ന് മാസങ്ങൾക്കകമാണ് ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി നിയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വം ഒരു സൂചന നൽകുന്നത് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ തമ്മിൽ തന്നെ വലിയ തരത്തിലുള്ള വിഭാഗീയത പ്രകടമായിരുന്നു. അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം പലതവണ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ആ വിഭാഗീയത എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് വലിയ തരത്തിൽ രൂക്ഷമാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒക്കെ ശോഭാ സുരേന്ദ്രൻ പരസ്യ പ്രസ്താവന നടത്തിയതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേതാക്കൾ തമ്മിൽ ഒരു ഐക്യവുമില്ലാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു സൂചന നേതാക്കൾക്ക് നൽകിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പെട്ടെന്ന് ഒരു പൊട്ടിമുളച്ച രീതിയിൽ അധ്യക്ഷനായി നിയോഗിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം കേരളത്തിലെ പല നേതാക്കളെയും അദ്ദേഹം തൻ്റെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ കൂടി പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി നേരത്തെ തന്നെ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കി വെച്ചതിൻ്റെ ഭാഗമായി കേന്ദ്ര നേതൃത്വവുമായുള്ള അടുപ്പം കൂടി കണക്കിലെടുത്താണ് ഇത്തരം നീക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരുന്നത്. നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖരന് ഇക്കാര്യത്തിലുള്ള ഉറപ്പ് കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അതിനുള്ള സൂചനകളാണ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ നൽകുകയും ചെയ്തത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്നെ ചില NGO സംഘടനകൾ ഉൾപ്പെടെ ഒരു ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കെ ഏകോപിപ്പിച്ച് പോകുന്ന രീതിയൊക്കെ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ മുതിർന്ന അടിത്തട്ടിൽ
വളർന്നു വന്ന എല്ലാ നേതാക്കളെയും വെട്ടി പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു നേതാവ് ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു കാണേണ്ടത്. അതിന് ഷമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക പിന്തുണയുണ്ട്, ഒപ്പം തന്നെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ മേധാവി എന്നുള്ള നിലയിലുള്ള പിന്തുണയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും വി മുരളീധരൻ ഉൾപ്പെടെ സൂചിപ്പിച്ചത് പല ഘട്ടങ്ങളിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അതിൻ്റെ ഭാഗമായാണ് പുതിയ AI കാലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി പുതിയ നേതാവും അത്തരം സാങ്കേതിക വിദ്യകൾ കൂടി അറിയുന്ന നേതാവ് ആവശ്യമാണ് എന്നാണ്. പക്ഷേ ഇത് പ്രവർത്തകർ ഏത് രീതിയിൽ അംഗീകരിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. ഒപ്പം തന്നെ വലിയ വിഭാഗീയമായി മാറിയിട്ടുള്ള നേതൃനിര ഏതൊക്കെ തരത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖരുമായി ഒത്തുപോകും എന്നുള്ളതൊക്കെ കാണേണ്ടതാണ്. അവരുടെ അമർഷം അവർ പറയുന്നില്ലെങ്കിലും കോർ കമ്മിറ്റി യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന അവരുടെയൊക്കെ മുഖഭാവത്തിൽ നിന്ന് ഇവർക്കുള്ള അമർഷം ഉണ്ട് എന്ന കാര്യം വ്യക്തമായിരുന്നു. എന്തായാലും ഈ BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുന്ന ഒരാളെ അംഗീകരിക്കുകയല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളില്ല. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ അധ്യക്ഷസ്ഥാനം അത് നേതാക്കൾക്ക് അംഗീകരിച്ചേ കഴിയൂ. പക്ഷേ ഇക്കാര്യത്തിൽ ഇനിയുള്ള പ്രവർത്തനങ്ങൾ, ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ ഘട്ടത്തിലൊക്കെ എങ്ങനെ ഈ രാഷ്ട്രീയമായി കൂടുതൽ അറിവൊന്നും ഇല്ലാത്ത ഒരാൾ, ഒപ്പം തന്നെ സംഘടനാ തലത്തിൽ പോലും കൂടുതൽ കാലം പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരാൾ, RSSമായി വലിയ അടുപ്പമൊന്നും ഇല്ലാത്ത ഒരാൾ, അയാൾ എങ്ങനെ? അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ജന്മഭൂമിയുടെ എഡിറ്ററായിട്ടുള്ള ശ്രീകുമാർ, ഒപ്പം തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജയചന്ദ്രൻ എന്നിവർ കൂടി ചേരുന്നു. ആദ്യം ശ്രീകുമാറിലേക്ക്. ശ്രീകുമാർ, ഇത് ശരിക്കും ഒരു കോമ്പൻസേഷനായി വരുന്ന ഒരു അധ്യക്ഷ സ്ഥാനമാണോ? അദ്ദേഹം കേന്ദ്രമന്ത്രിസഭാ രൂപീകരണ വേളയിൽ തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം കിട്ടില്ല എന്നുറപ്പായപ്പോൾ ഒരു ട്വീറ്റ് ഇടുന്നു, തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്, അതിന് വിരാമമിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീടാണ് ചർച്ചകളൊക്കെ നടന്ന് അദ്ദേഹം വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അപ്പോൾ എന്നാൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു വലിയ രാഷ്ട്രീയ നേട്ടമൊന്നുമില്ലാത്ത ഒരു സംസ്ഥാനത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ നാട്ടിൽ പാരമ്പര്യമായി വർഷങ്ങളായി BJPയുടെയും RSSൻ്റെയും ഒക്കെ കൊടി പിടിച്ച് നടന്നവരെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ അവതരിപ്പിക്കുന്നത്? അല്ല, ഇവിടെ ഷമി 2-3 കാര്യം. ഒന്ന്, നിങ്ങൾ ഈ പറയുന്നതിൽ തന്നെ കോൺട്രഡിക്ടറി ഉണ്ട്. കാരണം നിങ്ങൾ പറയുന്നു രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ വരെ ഈ ചിത്രത്തിലില്ലായിരുന്നു, പെട്ടെന്ന് മുളച്ചിതാ ഇന്ന് ഇതിനകത്ത് BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടെ BJPക്കാരും അറിഞ്ഞില്ല, ഇവിടുത്തെ BJPയുടെ സംസ്ഥാന നേതാക്കളും അറിയാതെ കേന്ദ്ര നേതാവ് പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റിൽ കെട്ടിയിറക്കി എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് അതേ സെൻറ്റൻസ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പറയുന്നു, ഇതിനുവേണ്ടി കുറേ നാളുകളായിട്ട് രാജീവ് ചന്ദ്രശേഖർ കളമൊരുക്കിയിരുന്നു, ബന്ധപ്പെട്ടവരെ കണ്ടിരുന്നു, ദേശീയ നേതൃത്വത്തെ കണ്ടിരുന്നു, ഇവിടെ അതിനുവേണ്ടി NGO രൂപീകരിച്ചിരുന്നു. അപ്പോൾ ഇതിലേതാണ് സത്യം? അതാണ്, അതറിയാനാണ് അങ്ങയോട് ചോദിക്കുന്നത്. അതറിയാൻ വേണ്ടിയാണ് അങ്ങയോട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് ഞാൻ പറയാം. അതെ അപ്പം നമ്മൾ ഈ പറയുമ്പോൾ, നിങ്ങളൊരു ആരോപണം പറയുമ്പോൾ നിങ്ങൾ തന്നെ കോൺട്രഡിക്ടറി തന്നെ അങ്ങ് പറയുവാണ്. അങ്ങനെയല്ലല്ലോ ശ്രീകുമാർ, തന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് ട്വീറ്റ് ചെയ്തു പോകുന്ന ഒരു നേതാവ് പിന്നീട് അദ്ദേഹത്തെ കണ്ട് എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അദ്ദേഹം വീണ്ടും വരികയാണ്. അപ്പോൾ വരുമ്പോൾ കേരളത്തിലെ അധ്യക്ഷ സ്ഥാനം കൊടുക്കാമെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ട്വീറ്റ് ചെയ്തത് എന്നാണെന്നും അത് കറക്റ്റ് ചെയ്തതെന്നാണെന്നും ഒക്കെ അറിയാൻ പറ്റാത്ത ആളല്ല ഷമ്മി എന്നുള്ള കാര്യത്തിൽ എനിക്കറിയാം. ട്വീറ്റ് ചെയ്ത് 10 മിനിറ്റിനകം അത് പിൻവലിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം എത്രയോ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു, എത്രയോ പ്രാവശ്യം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 10 മിനിറ്റ് ആണെങ്കിൽ അല്ല ഉണ്ട്. അദ്ദേഹം ട്വീറ്റ് ചെയ്തു, അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ ഞാൻ ഇനി രാഷ്ട്രീയം നിർത്തുന്നു എന്ന് പറഞ്ഞ്. അല്ല, ഞാൻ പറഞ്ഞ അദ്ദേഹം ഒരു ബിസിനസ്മാൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയം നിർത്തുന്നു പറഞ്ഞ് ട്വീറ്റ് ചെയ്തില്ല എന്നാരും പറയുന്നില്ല. ട്വീറ്റ് ചെയ്തു, അയാളത് ട്വീറ്റ് പിൻവലിക്കുകയും കാരണം പുള്ളി വിശദീകരിക്കുകയും ചെയ്തു. അതെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ നടന്ന സംഭവമാണ്. അതുകൊണ്ട് അദ്ദേഹം BJP ഉപേക്ഷിച്ചൊന്നുമില്ലല്ലോ. BJP എതിർത്ത് പറയാനോ അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ പോലെ ഏതെങ്കിലും താവളം പോയൊന്നുമില്ലല്ലോ. അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ട, നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിൽക്കണമെന്ന് അദ്ദേഹത്തെ ഉപദേശിക്കാൻ കഴിവുള്ളവർ അഡ്വൈസ് ചെയ്തപ്പോൾ പുള്ളി ചെയ്തു കാണും. ഞാൻ പറഞ്ഞതല്ല. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പ്രസിഡൻ്റായതിൻ്റെ കുഴപ്പം ആർക്കാ? നിങ്ങൾ പറയുന്നത് കേട്ടാൽ BJPക്ക് വേണ്ടി ഇത്ര നാളും കൊടി പിടിച്ച, അല്ലെങ്കിൽ BJPയുടെ തുടക്കം മുതലേ BJPക്കാരായിരുന്ന ആൾക്കാരെല്ലാം എന്തോ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും, BJP തകരുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ കേരളക്കാർക്ക് സന്തോഷിക്കുകയല്ലേ വേണ്ടേ? രാജീവ് ചന്ദ്രശേഖറിന് പ്രസിഡൻ്റാക്കിയ ഈ നടപടിയെ പിന്തുണയ്ക്കുകയല്ലേ CPM ചെയ്യേണ്ടത്? കാരണം BJP തകരാൻ പോകുന്നതല്ലേ അവർ ആഗ്രഹിക്കുന്നത്.
അപ്പം അല്ല, അങ്ങനെയല്ല അങ്ങനെ ഒരു യാഥാർത്ഥ്യം. രാഷ്ട്രീയ പിന്നെ പാർട്ടി തകരണം നമ്മളൊക്കെ എവിടെയാ എന്നൊന്നും ആരും പറഞ്ഞിട്ടുള്ളത് ആഗ്രഹിക്കുന്നില്ല. BJP-യിൽ ഇങ്ങനെ എന്നാൽ നല്ല കാര്യം. BJP വളരട്ടെ. BJP വളർന്നാലേ കേരളത്തിൽ രക്ഷയുള്ളൂ എന്നുള്ള നിങ്ങൾ ഈ അംഗീകരിക്കുന്നല്ലോ. അപ്പം ഇപ്പം BJP തകരരുത്. BJP തകരാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഇല്ല, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ യുവമോർച്ച കാലം മുതൽ അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽ BJP-യിൽ ഇല്ലായിരുന്നു അല്ലെങ്കിൽ RSS-ലൂടെ വന്നയാളല്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ നെഗറ്റീവായിട്ട് പറയുന്നത്. അത് മാത്രമല്ല ഒരു മന്ത്രിസ്ഥാനം തിരുവനന്തപുരത്ത് തോറ്റ ശേഷം അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു തന്നെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. വീരോചിതമായ തോൽവി ആണ് എന്ന് അദ്ദേഹം തന്നെ ധരിച്ചു വെക്കുകയും തന്നെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അത് നടക്കാതെ വന്നപ്പോൾ അധികാരമോഹമുള്ള ആൾ ട്വീറ്റ് ചെയ്തു. 10 മിനിറ്റോ 5 മിനിറ്റോ എത്രയോ ആയിക്കോട്ടെ, എന്തായാലും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ട്വീറ്റ് ചെയ്തു. അങ്ങനെ ഒരാളെ തന്നെ വേണമായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് ട്വീറ്റ് ചെയ്തില്ലെന്ന് ആരും പറയുന്നില്ലല്ലോ. പുള്ളി ട്വീറ്റ് ചെയ്ത് കറക്റ്റും ചെയ്തു. ട്വീറ്റ് ചെയ്തതിൻ്റെ ചരിത്രമൊക്കെ പുള്ളി അത് വിശദീകരിച്ചോ, എങ്ങനെയാണ് ട്വീറ്റ് വന്നത്, ആരാണ് ട്വീറ്റ് ചെയ്യുന്നതൊക്കെ പുള്ളി അന്ന് കൃത്യം പറഞ്ഞതാണ്. അതിനെക്കുറിച്ച് നമ്മളിപ്പം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ഓഫീസിലുള്ള സ്റ്റാഫാണ് ട്വീറ്റ് ചെയ്തത്, അത് ഞാൻ പിൻവലിക്കുന്നു, അങ്ങനെയൊന്നും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കുന്നില്ല, ഞാൻ തിരുവനന്തപുരത്ത് വന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്, തിരുവനന്തപുരമാണ് എൻ്റെ അടുത്ത ഇനി പൊളിറ്റിക്കൽ ഡെസ്റ്റിനേഷൻ, ഞാൻ അവിടെ വീട് വാങ്ങാൻ പോവുകയാണ്, വീട് വാങ്ങിച്ചു, അദ്ദേഹം അവിടെ പ്രവർത്തനം തുടങ്ങി. അതൊന്നും നമ്മൾ കണ്ടില്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്ര മാസങ്ങളായല്ലോ, അതിന് മുമ്പുള്ള ഒറ്റ ഒരു ഇൻസിഡൻറ്റിലാണ് നമ്മൾ പറയുന്നത്. അത് കറക്റ്റ് ചെയ്തതെന്ന് മാത്രമല്ല, കറക്റ്റിംഗ് മെഷർ എന്നതിൽ പുള്ളി പറഞ്ഞ നടപടികളെല്ലാം സ്വീകരിച്ചു. പാർട്ടിയുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നു, കോർ കമ്മിറ്റികളിൽ യോഗത്തിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നു, തിരുവനന്തപുരത്ത് നിന്ന് താമസിച്ച്. താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണല്ലോ. ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ ചാനലിലെ ചില ചർച്ചകളുമായി ബന്ധപ്പെട്ട് അങ്ങ് ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണല്ലോ. കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം ഈ രീതിയിൽ എതിരാളികളെക്കുറിച്ച് ചർച്ച നടത്താറുണ്ടോ? ഈ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഒരു സർക്കാരിനെയും കുറിച്ച് അപമാനിക്കാറുണ്ടോ? ഇത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു ചാനലിലാണ്. നമ്മളെല്ലാവരും രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാറുണ്ട്. അതിനെല്ലാം അതിൻ്റേതായ അന്തസ്സും അതിൻ്റേതായ രീതിയുമുണ്ട്. അല്ലാതെ എന്തും പറയുന്ന കുറേ ആൾക്കാരെ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തെയും CPIM-എതിരെയും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആളെന്ന നിലയിലുള്ള അംഗീകാരമാണോ നിങ്ങൾ BJP അധ്യക്ഷനായി നൽകിയത്? അല്ല, ഇപ്പം സർക്കാരുകൾക്കെതിരെ വിമർശനം പറയുന്നതാണ് വലിയ മാധ്യമപ്രവർത്തനമെങ്കിൽ കൈരളിക്കാരെയൊക്കെ അല്ലേ വലിയ ആദരിക്കേണ്ടത്. BJP-യെയും കേന്ദ്ര സർക്കാരിനെയും നഖശികാന്തം ഒരു അർത്ഥവുമില്ലാത്ത കാര്യം പറഞ്ഞ് എതിർക്കുന്ന ആക്ഷേപിക്കുന്ന നേതാക്കന്മാരും പത്രപ്രവർത്തകരുള്ള മാധ്യമ സമൂഹമാണ് കൈരളി TV. അപ്പോൾ അതിലുള്ള ചാനലുകാരെയല്ലേ നമ്മൾ ആദരിച്ച സാധനം. വിമർശനത്തെ അല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ശ്രീകുമാർ, വിമർശനത്തെ അല്ല, വിമർശനം എന്ന പേരിൽ നടത്തുന്ന ആക്ഷേപിക്കലിനെ കുറിച്ചാണ് പറയുന്നത്. വിമർശനത്തെ അല്ല. വിമർശനത്തിന് ആരും എതിരല്ല. BJP ആയാലും കോൺഗ്രസിനെ ആയാലും വിമർശിക്കും, അല്ലെങ്കിൽ CPIM-നെ ആയാലും വിമർശിക്കും, അതിനാരും എതിരല്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു സംഘം, സ്ഥിരമായൊരു സംഘത്തെ കൊണ്ടുവന്നിരുത്തി എന്തും വായിൽ വരുന്നത് പറയുന്ന തരത്തിലേക്ക് ആ ചാനൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നൽകുന്ന പ്രതിഫലമാണോ ഈ അധ്യക്ഷ സ്ഥാനം എന്നാണ് എൻ്റെ ചോദ്യം. അല്ലല്ല, BJP-യുടെ മന്ത്രിയായിരിക്കുമ്പോഴും BJP MP രാജ്യസഭയിൽ MP ആയി രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുമ്പോഴും ഒക്കെ ഏഷ്യാനെറ്റ് ഉണ്ട്. ഇപ്പോഴല്ല ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥനായിട്ട് രാജീവ് ചന്ദ്രശേഖർ വരുന്നത്, തുടക്കം മുതലേ ഉണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നിങ്ങൾക്ക് മറവി രോഗമൊന്നുമില്ലല്ലോ. BJP-ക്കെതിരെ ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ പോലും BJP-യെ തോക്കാൻ വേണ്ടി ക്യാമ്പയിൻ നടത്തിയ ചാനലാണ് ഏഷ്യാനെറ്റ്. നിങ്ങൾക്കറിയാമല്ലോ, വർഷങ്ങളോളം BJP ബഹിഷ്കരിച്ചു ഏഷ്യാനെറ്റിനെ. ഇപ്പോൾ CPM ചെയ്യുന്ന പോലെ. CPM പിന്നെ മൊത്തം ബഹിഷ്കരിച്ചിട്ടില്ല, ഒന്നോ രണ്ടോ ഇഷ്ടമില്ലാത്ത ആങ്കർമാർ വരുന്ന ദിവസം മാത്രം ബഹിഷ്കരിക്കുന്നു. BJP എൻ്റയറായിട്ട് ഏഷ്യാനെറ്റിൻ്റെ ചർച്ചകൾ ബഹിഷ്കരിച്ചിരുന്ന കാലഘട്ടമുണ്ട്. അതൊക്കെ തീർച്ചയായും താങ്കളിലേക്ക് ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ജയചന്ദ്രൻ ചേരുന്നു. ജയചന്ദ്രൻ, ഇവിടെ ഒരു ലാറ്ററൽ എൻട്രി അനുവദിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്. കേരളത്തിൽ BJP-യെ മുന്നോട്ട് കൊണ്ടുപോവുക, ഇപ്പോഴുള്ള ടാലിയിൽ നിന്ന് അവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, BJP-യെ കൂടുതൽ ശക്തമാക്കുക, അങ്ങനെയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് രാജീവ് ചന്ദ്രശേഖറിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് എത്രമാത്രം നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധ്യമാകും? ഷമ്മി, ഒരു പാർട്ടിയെ സംബന്ധിച്ച്
അവരുടെ പുതിയ അധ്യക്ഷനെ അല്ലെങ്കിൽ നയിക്കേണ്ടതാരെന്ന സംബന്ധിച്ച് തീരുമാനം എടുക്കാനുള്ള അവകാശമൊക്കെ പൂർണ്ണമായും ആ പാർട്ടിക്കുള്ളതാണ്. കാര്യത്തിലൊന്നും മറ്റ് ബാഹ്യ ഇടപെടലിൻ്റെ ഒന്നും പ്രശ്നം വരുന്നില്ല. പക്ഷേ ഇവിടെ ബി ജെ പിയുടെ കാര്യത്തിൽ അത്ഭുതകരമായി തോന്നിയത് അല്പം മുമ്പ് സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞ ഒന്ന് രണ്ട് വാചകം കേട്ടപ്പോഴാണ്. കൃത്യമായ ഇടവേളകളിൽ ഏറ്റവും ജനാധിപത്യപരമായി താഴെ തലം മുതൽ മേലെ തട്ടുവരെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഏക പാർട്ടിയാണത്രേ ബി ജെ പി എന്നാണ് സുരേന്ദ്രൻ അവകാശപ്പെട്ടത്. ഇത് എന്ത് തെരഞ്ഞെടുപ്പിലാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നത് എന്നുള്ളത് അന്നേരം നമ്മൾ ചിന്തിക്കില്ലേ? ഇതൊരു നോമിനേറ്റഡ് പോസ്റ്റ് അല്ലേ? കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ, ഞാൻ അണികളുടെ അല്ല, ബി ജെ പി പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെയാണോ രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ പ്രസിഡന്റ് ആകാൻ പോകുന്നത്? ആണെന്ന് പറയുമോ ആരെങ്കിലും? ഏതെങ്കിലും ബി ജെ പിക്കാരൻ അങ്ങനെ പറയാൻ കഴിയുമോ? പ്രവർത്തകരുടെ വികാരം അറിയണമെങ്കിൽ അത്തരം ഒരു മീറ്റിംഗ് അല്ലേ നടക്കുക? ഇതൊരു ഭരണാധികാരിയെ നിയമിച്ച് അദ്ദേഹം നോമിനേഷൻ സ്വീകരിക്കുന്നു. ഇന്നിപ്പോ നാരായണ നമ്പൂരിയാണ് ഭരണാധികാരി, ഒറ്റ നോമിനേഷനേ ഉള്ളൂ, ഔപചാരികമായി നാളത്തേക്ക് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ അതാണ് ഇപ്പോഴത്തെ രീതി. ആ രീതിയാണ് അടി മുതൽ മുടി വരെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഏക പാർട്ടി എന്ന് സുരേന്ദ്രൻ തെറ്റായി വ്യാഖ്യാനിക്കുന്ന സ്വന്തം പാർട്ടിയെ. അതവിടെ നിൽക്കട്ടെ. അടുത്ത പ്രശ്നം താങ്കൾ ചോദിച്ചതിലേക്ക് വരികയാണെങ്കിൽ, ആരാണ് രാജീവ് ചന്ദ്രശേഖർ എന്നതിനേക്കാൾ എന്താണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ് ഈ വ്യക്തിയെ ബി ജെ പി പ്രസിഡന്റായി വരുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ആരാണെന്നുള്ളതല്ല, എന്താണ് എന്നുള്ളതാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ പ്രാഥമികമായിട്ടും ഒരു ടെക്നോക്രാറ്റാണ് രാജീവ് ചന്ദ്രശേഖർ. അതാണ് നമ്മളുടെ മുമ്പിലുള്ള പ്രഥമ ചിത്രം, അദ്ദേഹവുമായി ബന്ധപ്പെടുത്തിയുള്ള ചിത്രം. അങ്ങനെ ടെക്നോക്രാറ്റ് ആയിരിക്കുകയാണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആണ് അദ്ദേഹത്തിന്റെ കമ്പനികൾ. രാജ്യസഭാംഗമാകുന്നു കന്നഡയിൽ, കർണാടകത്തിൽ നിന്നുള്ള. അങ്ങനെ 2-3 തവണ അദ്ദേഹം അവിടെ നിന്ന് രാജ്യസഭാംഗമായിട്ടുണ്ട്. അതിനുശേഷമാണ് കഴിഞ്ഞ 18ാം ലോക്സഭയിലേക്കുള്ള മത്സരത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്നതും. അത്ര വലിയ പരാജയമൊന്നുമല്ല, വിജയത്തോടെടുത്ത പരാജയം എന്ന് തന്നെ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നല്ലോ അതിനെ. പിന്നീട് ആ നിലയ്ക്കാണ് ഉണ്ടായത്. പക്ഷേ അദ്ദേഹത്തിനെ കേരളത്തിലെ ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ അധ്യക്ഷനായി നിയമിക്കുമ്പോൾ അതിൽ മറ്റു പല അർത്ഥങ്ങളും കാണേണ്ടി വരുന്നത് മറ്റു പല കാര്യങ്ങളും കൊണ്ടാണ്. കാരണം താങ്കൾ തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരള ബി ജെ പിയിൽ സംഘടന എന്നുള്ള നിലയിൽ നേതൃതലത്തിൽ നിൽക്കുന്ന പടലപ്പിണക്കങ്ങൾ, അത് വളർന്ന ഗ്രൂപ്പ് പോരുകൾ ആ നിലയിലേക്കൊക്കെ മാറിയിട്ടുണ്ടെന്നുള്ള വിവരം നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല, എവിടെയും ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നിൽക്കുന്നുണ്ട്. അത് എത്രയോ ഗ്രൂപ്പുകളാണെന്നുള്ള താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ ആ ഗ്രൂപ്പുകളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് അവരുടെ വാദമുഖങ്ങളെ എല്ലാം നിരാകരിച്ചുകൊണ്ട് തങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളിനെ കേരളത്തിലേക്ക് തരികയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ് ബി ജെ പി കേരളത്തിലെ അവരുടെ സംസ്ഥാന ഘടകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ വിലയിരുത്തുന്നത്. അപ്പൊ അതിൽ ഡു എന്നുള്ള സിറ്റുവേഷൻ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ സുരേന്ദ്രൻ പക്ഷമോ മുരളീധരൻ പക്ഷമോ ശോഭാ സുരേന്ദ്രനോ മറ്റാരെങ്കിലും ഒന്നും പോരാ. അവർക്ക് താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നേതൃബിംബം തന്നെ വേണം. അതിനാണ് ടെക്നോക്രാറ്റ് ആയിട്ടുള്ള ഇദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ താങ്കൾ ക്ഷമ മുമ്പേ ചോദിച്ച പ്രശ്നം വരുന്നുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഞാനിതാ പരിപാടി നിർത്തി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിസഭ ആദ്യത്തെ മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് ശേഷം, പുനഃസംഘടന രൂപീകരണത്തിന് ശേഷം അദ്ദേഹം മനസ്സും എടുത്താണല്ലോ ഞാൻ നിർത്തിപ്പോവാണെന്ന് പറയുന്നതും ഒരു മിനിറ്റ് കഴിഞ്ഞ ട്വീറ്റ് മാറ്റി എങ്കിൽ പോലും അദ്ദേഹം അത് പറഞ്ഞു. അത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്ഥിതി കേന്ദ്ര നേതൃത്വത്തിനും മനസ്സിലാവുന്നുണ്ട്. കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടങ്ങുന്ന പ്രധാനപ്പെട്ട ദേശീയ നേതൃത്വം ബി ജെ പിയുടെ, അവരത് മനസ്സിലാക്കുകയും പിന്നീട് കേൾക്കുന്നത് ഞാനും കേട്ടിട്ടേ ഉള്ളേ, നമുക്ക് ആധികാരികം ഉന്നയിക്കാൻ തെളിവുകളൊന്നുമില്ല, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നിൽക്കണം എന്ന് ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെടുന്നു, അമിത്ഷാ ആവശ്യപ്പെടുന്നു. അത് ആദ്യം അദ്ദേഹം അതങ്ങ് വഴങ്ങുന്നില്ല, പൂർണ്ണമായിട്ട് എനിക്ക് തിരുവനന്തപുരത്തേക്ക് പറിച്ചു തൊടാൻ കഴിയില്ല, ബംഗളൂരുവിലെ വ്യവസായ സാമ്രാജ്യമുണ്ട്, അത്തരത്തിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും ചർച്ച നടത്തിയത് 3 ദിവസമെങ്കിലും കേരളത്തിൽ എന്നുള്ള നിലയിലേക്ക് ധാരണയിലെത്തുന്നതാണ് പിന്നീട് കേട്ടത്. അത് തെറ്റോ ശരിയെന്നൊക്കെ ഉള്ളത് ഇനി നാളെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയും എന്താണെന്നുള്ളത്. ഏതായാലും അങ്ങനെ അദ്ദേഹം ജനുവരി 2-നാണ് ഈ തരത്തിൽ അമിത്ഷാ സംസാരിച്ചു എന്നാണ് കേൾക്കുന്നത്. ഏതായാലും ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ അദ്ദേഹം
പിന്നെ ഇവിടെ വന്ന് വീട് വാങ്ങുകയോ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒന്ന് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പൂർണ്ണമായി അദ്ദേഹം ബാംഗ്ലൂരിൽ തീർച്ചയായിട്ടും ജയചന്ദ്രൻ, താങ്കൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തളികയിൽ വെച്ച് നൽകിയെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അങ്ങനെയല്ലല്ലോ ഒരു പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങൾ. ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ജില്ലാ നേതാക്കളെങ്കിലും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരാൾ വേണ്ടേ? അവരോട് സംസാരിക്കുമ്പോൾ, ഫോണിൽ സംസാരിക്കുമ്പോൾ അവരുടെ പേരെന്താണെന്നെങ്കിലും തിരിച്ചറിയണ്ടേ? അങ്ങനത്തെ ഒരാൾ വേണ്ടേ ഈ സംസ്ഥാന അധ്യക്ഷനായി വരേണ്ടത്? രാജീവ് ചന്ദ്രശേഖർ ഈ ജില്ലാ അധ്യക്ഷന്മാരെ വിളിക്കുമ്പോൾ ലിസ്റ്റ് നോക്കി പേര് വിളിക്കേണ്ട സാഹചര്യമല്ലേ ഉണ്ടാവുക? ശ്രീകുമാറിലേക്ക്. ശ്രീകുമാർ, താങ്കൾക്ക് അറിയാം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംസ്ഥാന അധ്യക്ഷനായാലും സെക്രട്ടറി ആയാലും, ഇപ്പോൾ കെ സുധാകരനായാലും നേരത്തെ കെ സുരേന്ദ്രനായാലും MV ഗോവിന്ദൻ മാസ്റ്റർ ആയാലും ഒക്കെ ജില്ലാ തലത്തിലായാലും അതിൽ താഴേക്ക് പോയാലും ഓരോ ആൾക്കാരെയും, അത്യാവശ്യം നേതാക്കളെ ഒക്കെ പേരെടുത്ത് വിളിച്ച് സംസാരിച്ച് അവിടുത്തെ വിഷയങ്ങൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ആസൂത്രണം ചെയ്യാനും ഇടപെടാനും കഴിയും. ഇത്തരത്തിലൊരു ലാറ്ററൽ എൻട്രിയുമായി വരുന്ന ഒരാൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജില്ലയിൽ 2 പ്രസിഡന്റുമാരാണെന്ന് തോന്നുന്നു. ഈ 2 പേരുടെയെങ്കിലും പേരെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? ഒരു ജൈവികമായ ഒരു ബന്ധം കൂടിയില്ലേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനും അതിൻ്റെ അണികളുമൊക്കെ തമ്മിൽ? ഇങ്ങനെ കൊണ്ടുവന്ന് ഒരാളെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ടാക്കും? ശ്രീകുമാർ. അല്ല, അത് എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ടാക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം അങ്ങനെ ഫലപ്രാപ്തി ഉണ്ടാക്കുമെന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ BJP ഏതായാലും ഇതിൻ്റെ ഇവിടെ കൊണ്ട് പ്രസിഡൻ്റ് ആക്കുന്നത്. നമുക്കറിയാം, പണ്ട് നമ്മൾ ഈ ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ നമ്മുടെ ചാനലിലൊക്കെ വലിയ പറഞ്ഞുകൊണ്ടിരുന്നത് ശശി തരൂരിന് മലയാളം അറിഞ്ഞുകൂടാ, അത് എങ്ങനെയാണ് തിരുവനന്തപുരത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ല ചെറിയപ്പല്ല ഞാൻ ഉദാഹരണം പറയാണ്, ഞാൻ പറഞ്ഞേക്ക് അല്ലല്ല ഞാൻ പറഞ്ഞേക്ക് അന്ന് അദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപം ചുരിഞ്ഞുകൊണ്ട് ഒരു ചാനൽ ചർച്ചയിൽ ഇങ്ങനെ ആക്ഷേപിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം അതേ സ്ഥലത്ത് അദ്ദേഹം വന്ന് മലയാളത്തിൽ പ്രസംഗിച്ചു. കഴിവുള്ളവൻ ഇതൊക്കെ ക്യാച്ച് ചെയ്യാൻ അധികം സമയം വേണ്ട. ഈ 30 പാർട്ടിക്കാരുടെയും പേരും നാളും അവരുടെ രീതികളും അവരുടെ പ്രവർത്തനമൊക്കെ മനസ്സിലാക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾക്ക് അധികം സമയം വേണ്ടി വരില്ല. അതിന് താഴെ തൊട്ട് ഇവരുടെ എല്ലാം കഴിവുണ്ട്. ഞാൻ ശശി തരൂരിനെ പറഞ്ഞത് താങ്കൾക്ക് കൃത്യമായി അത് ഞാൻ പറഞ്ഞത് അവരുടെ പേര് പഠിക്കില്ലെന്നോ അങ്ങനെയല്ല. ഇത് തമ്മിലൊരു ബന്ധമില്ലേ? ഇവര് വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ യുവജന സംഘടന മുതൽ കാണുന്നവരും പരസ്പരം സഹകരിക്കുന്നവരുമാണ്. അല്ല, ബന്ധം നിങ്ങൾ പേര് പോലും അറിയാൻ മേലാത്ത ആളെന്ന് പറയുമ്പോൾ ഞാൻ പേര് പഠിക്കാമെന്ന് മാത്രമല്ലല്ലോ പറഞ്ഞത്. പേര് പോലും അറിയാൻ മേലാതെ ചോദിച്ചപ്പോൾ പേര് പഠിക്കുക മാത്രമല്ല, അവർ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് ധരിക്കാനും അതവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുമുള്ള കപ്പാസിറ്റി ശശിധരന് ഇയാൾക്ക് രാജീവ് ചന്ദ്രശേഖരന് കാണുമെന്നാണ് പറഞ്ഞത്. അത് കാണുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് BJPയുടെ എൻ്റയർ ടീം അത് ജയചന്ദ്രൻ പറയുന്നത് കേട്ടു. BJPയുടെ ആരാ തീരുമാനിച്ചെന്ന്. BJPയുടെ കോർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ നിങ്ങളൊക്കെ പറയുന്ന പോലെ എല്ലാ ഗ്രൂപ്പുകളും ഉണ്ടെങ്കിൽ എല്ലാ ഗ്രൂപ്പുകളുടെയും നേതാക്കന്മാരിരിക്കുന്ന കമ്മിറ്റിയാണ്. അപ്പോൾ അത് ഗ്രൂപ്പായിട്ട് കാണുകയാണെങ്കിൽ എല്ലാ ഗ്രൂപ്പിൻ്റെയും അവരുടെ ആഗ്രഹങ്ങൾ അല്ലെ അവരുടെ നിർദ്ദേശങ്ങൾ അവരുടെ ചിന്തകളാണ് ഈ കോർ കമ്മിറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ആ കോർ കമ്മിറ്റിയിൽ എല്ലാവരും ചേർന്നാണ് ഇദ്ദേഹത്തെ നോമിനേഷന് പിന്തുണയ്ക്കെന്ന് പറഞ്ഞാൽ എൻ്റയർ BJP നേതൃത്വത്തിൻ്റെയും BJP അണികളുടെയും പ്രോസസ്സിലൂടെയാണ് അദ്ദേഹം പ്രസിഡന്റ് ആകുന്നതെന്നാണ്. അതായത് വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി BJP വഴങ്ങിക്കൊടുക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? കോർപ്പറേറ്റുകൾ വരുമ്പോൾ ഇവിടുത്തെ സാധാരണ BJPക്കാർ വഴങ്ങിക്കൊടുക്കുന്നു, അവർക്ക് കോർപ്പറേറ്റുകൾ അല്ല. സാധാരണ നമ്മൾ പറയാം ഈ BJPയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചവരൊന്നും ഇതിൻ്റെ ഉത്തരവാദിത്വം വേണമെന്നില്ല. നമ്മൾ കേരളത്തിൽ തന്നെ ഉദാഹരണം ശ്രീ കുമ്മനം രാജശേഖരൻ BJPയുടെ അധ്യക്ഷനാകുമ്പോൾ അദ്ദേഹം BJPയിൽ ഒരിക്കലും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ആളായിരുന്നില്ല. BJPയുടെ ഭാരവാഹിയായിട്ടാണോ അദ്ദേഹം ഒരു ടൈമിൽ വൈസ് പ്രസിഡന്റായി? ഹിന്ദു ഐക്യവേദി പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇനി അല്ല BJP വിട് രാഹുൽ ഗാന്ധി അല്ലെ രാജീവ് ഗാന്ധി സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഇതിനെല്ലാം എതിർത്തിരുന്നവരല്ലേ BJP? ഞാൻ ചോദിക്കുന്നത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ മേധാവിയായിരുന്ന ഒരാൾ അല്ല. BJP അങ്ങനെയൊന്നും എതിർത്തില്ലല്ലോ. BJP കോർപ്പറേറ്റ് നിങ്ങൾ അത് പറയല്ലേ. CPM ഒക്കെ പറഞ്ഞു പാവങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞ പാവങ്ങളെ മാത്രം, വളരെ പാവങ്ങളെ
നെഹ്റു കുടുംബത്തിന്റെ ആധിപത്യത്തെ നഖശികാന്തം എതിർക്കുന്ന നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ എത്രയോ നേതാക്കളുടെ മക്കളെ ഓരോരോ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത്, അമിത്ഷായുടെ ഉൾപ്പെടെ. അത് പോട്ടെ, ഞാൻ പറഞ്ഞു വന്ന ഞാൻ ചോദിച്ചത് അതല്ല. ഞാൻ ചോദിച്ചത് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ കുടുംബാധിപത്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ഞാൻ അതല്ല, പറഞ്ഞതറിയോ, അതല്ല, രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഞാൻ എന്ത് പറഞ്ഞത് പാരമ്പര്യവും അല്ല എത്ര അതല്ലാന്ന് പറഞ്ഞാൽ അതുവാണല്ലോ നിങ്ങൾ പറഞ്ഞതായിട്ട്. വേറെ ലോകത്ത് ഒരു രാഷ്ട്രീയ സാധാരണ ബി ജെ പിയിലെ പ്രവർത്തകൻ പാർട്ടിയിലും അല്ലെങ്കിൽ ഈ നാട്ടിലെ ബി ജെ പിയുടെ ഭാഗമായി നിന്നവർക്കെല്ലാം രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ വഴിമാറി കൊടുക്കേണ്ടി വരുന്നു. എന്താണ് കാര്യം? അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് പശ്ചാത്തലം, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഇല്ലല്ലോ, ഇത് ഒരാൾക്ക് മാത്രമേ അല്ലെന്ന്. ഈ സാധാരണ ബി ജെ പിക്കാർക്കെല്ലാം വഴിമാറി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒറ്റ പോസ്റ്റാണ് പ്രസിഡന്റ് എന്നുള്ള ഒരു പോസ്റ്റാണ്. ബി ജെ പിക്ക് പ്രസിഡന്റ് മാത്രമല്ല, ഇഷ്ടംപോലെ പോസ്റ്റുണ്ട്. അക്കോമഡേഷൻ ബി ജെ പിക്ക് ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്കെല്ലാം മതിയായ അക്കോമഡേഷൻ കിട്ടും. ബി ജെ പിയുടെ എല്ലാ അണികൾക്കും വഴിമാറി കൊടുക്കേണ്ട കാര്യമില്ല. ഒരേ ഒരു പോസ്റ്റാണ് പ്രസിഡന്റ്. ബാക്കി എത്രയോ പോസ്റ്റുണ്ട്. എല്ലാവരും പ്രസിഡന്റ് ആകാൻ പറ്റുമോ? ഒരാൾക്ക് പ്രായോഗികമായി അല്ല, നിങ്ങൾ പറഞ്ഞ പോലെയാണെങ്കിൽ ഒരാൾക്ക് ചിലപ്പം ഒരാളുടെ ചാൻസ് ആയിരിക്കും പോയത്. ഒരാളുള്ള ബി ജെ പി എന്ന വലിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഒരാളെയോ ഒന്നോ രണ്ടോ പേരെ കണ്ടല്ല ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനം നടക്കുന്നത്. അതുപോലെ ടെക്നോക്രാറ്റ് അല്ലെങ്കിൽ ബിസിനസ്സുമാനൊന്നും അലർജിയുള്ള പാർട്ടിയല്ല ബി ജെ പി. ഇഷ്ടംപോലെ ടെക്നോക്രാറ്റുകളും ഇഷ്ടംപോലെ ബിസിനസ്സുമാന്മാരും ബി ജെ പിയിലുണ്ട്. തൊഴിലാളി വർഗ്ഗ പാർട്ടി അല്ല ബി ജെ പി, അതാദ്യം മനസ്സിലാക്കുക. തൊഴിലാളി വർഗ്ഗ പാർട്ടിയുടെ അവസ്ഥ നമുക്കറിയാം. എത്ര തൊഴിലാളികൾ ആ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ട്, എത്ര ആളുണ്ട്. നിങ്ങളുടെ ജോൺ ബുട്ടാസൊക്കെ തൊഴിലാളിയുടെ നേതാവായിട്ടാണല്ലോ അവിടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതൊന്നും നമ്മളോട് പറയണ്ട. അങ്ങനെയൊക്കെ ഓരോ സാഹചര്യങ്ങളനുസരിച്ചിട്ട് പാരമ്പര്യം ഒക്കെ നോക്കിയിട്ടും നോക്കാതെയൊക്കെ ചിലപ്പോൾ പോലെയാണോ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാവുന്നത്? താങ്കൾ ഇതിനെ ഇപ്പോഴും സാമാന്യവൽക്കരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ മേധാവിയായി വരുന്നു എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയെ അദ്ദേഹം പൂർണ്ണമായും വിഴുങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ചോദിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അങ്ങനെ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ അതിപ്പോ സി പി എമ്മിന്റെ ഒരു സി പി എമ്മിന്റെ ഒരു സംഘടനാ സെറ്റപ്പ് വെച്ച് നിങ്ങൾ ബാക്കി എല്ലാ പാർട്ടിയും അളക്കേണ്ട കാര്യമില്ല. സി പി എമ്മിന് ഒരു രീതിയുണ്ട്, അതുപോലെ എല്ലാ പാർട്ടികളും ചെയ്യണമെന്ന് നിങ്ങൾ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? സി പി എം അല്ലല്ലോ ബി ജെ പി, അല്ല സി പി എം അല്ലല്ലോ കോൺഗ്രസ്, സി പി എം അല്ലല്ലോ മുസ്ലിം ലീഗ്. അല്ല, ഈ പറയുന്നത് പോലെ ഇപ്പോൾ കെ സുരേന്ദ്രനായാലും വി മുരളീധരനായാലും പി എസ് ശ്രീധരൻ പിള്ള ആയാലും അങ്ങനെയുള്ള എത്രയോ പേര് അധ്യക്ഷനായിരുന്ന ഒരു പാർട്ടിയാണ്. അന്നൊന്നും ഈ വിമർശനം ഉയർന്നിട്ടില്ലല്ലോ. ഇപ്പോൾ വിമർശനം ഉയർന്നതിന് ഒരു കാരണമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അത് താങ്കൾ മനസ്സിലാക്കുക. അന്നൊക്കെ വേറെ വിമർശനമാണല്ലോ. അല്ലല്ല, അത് സ്വാഭാവികമാണ്. അത് വിമർശനമാണ്. പലതും ഉന്നയിക്കും അതെ. അതുകൊണ്ട് പിന്നെ വിമർശനം ഉന്നയിക്കുന്നതൊക്കെ വിമർശനങ്ങളൊക്കെ അതാത് ഉന്നയിച്ച് പോകാന്നല്ലാതെ ബി ജെ പി ഒന്നും തീർച്ചയായും എൻ ജയചന്ദ്രൻ അത് തന്നെയാണ് ശ്രീകുമാർ പറയുന്നത്. നിങ്ങൾ വിമർശിച്ചോളൂ, ഞങ്ങൾ കോർപ്പറേറ്റ് പക്ഷമാണ്, ഞങ്ങൾ കോർപ്പറേറ്റിന്റെ ആൾക്കാരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരും, അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കാര്യം നോക്കാൻ അറിയാം എന്നുള്ളതാണ് ശ്രീകുമാർ പറയുന്നത്. ജയചന്ദ്രൻ അതെ, അത് തന്നെയാണ് ഞങ്ങളുടെ കാര്യം. ഞങ്ങൾക്കറിയാം. നിങ്ങൾ എന്തിനാ കിടന്ന് വിഷമിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ കാര്യം നോക്കുക. എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഷമ്മി ശ്രീകുമാർ എന്നോടാ ചോദ്യം. ഷമ്മിയുടെ പ്ലീസ്. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, അതിനോടൊക്കെ ഞാൻ വിയോജിക്കില്ല. പക്ഷേ ഷമ്മി, പിന്നെ ഇവിടുത്തെ പ്രശ്നം ഇദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ ബി ജെ പിയുടെ പ്രസിഡന്റായി എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. നമ്മളിനെ അതിനെ മറ്റു തരത്തിലേക്ക് ഏതെങ്കിലും തരത്തിലേക്ക് പറഞ്ഞു പോകേണ്ട കാര്യമില്ല. എന്താണ് കേരളത്തിലെ ബി ജെ പി രാജീവ് ചന്ദ്രശേഖരനോട് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണല്ലോ ചർച്ചയുടെ ഫോക്കസിലേക്ക് വരേണ്ടത്. അതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഈ 21ാം നൂറ്റാണ്ടിൽ നോക്കുമ്പോൾ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളായി. 2001, 2006, 2011, 2016, 2021, ഇപ്പൊ ഇനി 2026 പോകാൻ പോകുന്നു. ഇത്രയും തെരഞ്ഞെടുപ്പുകളായി. ഈ 2001 മുതൽ 2021 വരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് ബി ജെ പി കേരളത്തിൽ നേടിയത് 20% വോട്ടാണ്. ചെറിയ കാര്യമല്ല അത്. 20% വോട്ട് ഒരു പാർട്ടിക്ക് നേടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. തമിഴ്നാട്ടിൽ 10% വോട്ടേ ഉള്ളൂ. ഇവിടെ 20% വോട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ 10% വോട്ടേ ഉള്ളൂ. പക്ഷെ 4 അസംബ്ലി സീറ്റുണ്ട് തമിഴ്നാട്ടിൽ പിന്നെ ബി ജെ പിക്ക്. ഇവിടെ ഉണ്ടായിരുന്ന നിയമം അവരുടെ കയ്യിൽ പോയി അസംബ്ലിയിൽ. അതേസമയം ലോക്സഭയിൽ തൃശ്ശൂർ കിട്ടുകയും ചെയ്തു. ആ നിലയിൽ നിൽക്കുന്ന ബി ജെ പിയെ ഇനി എങ്ങനെയാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു ഫോർമുലയുമായി നയിക്കാൻ സാധിക്കുന്നത് എന്നുള്ള പുതിയ പ്രസിഡന്റ് നേരിടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ വെല്ലുവിളി.
ആ വെല്ലുവിളി മറികടക്കാനുള്ള സംഘടനാപരമായ സൗകര്യമാണ് 30 ജില്ലാ കമ്മിറ്റികളായി BJP സംസ്ഥാന ഘടകം 14 30 വിഭജിച്ചിരിക്കുന്നത്. ആ ഒരു സൗകര്യവും പുതിയ പ്രസിഡന്റിന് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും, ഇതാണ് ഒന്നാമത്തെ ടാസ്ക് ആയിട്ടുള്ളത്. അപ്പോഴാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി വരുന്നത്. ഇവിടെ നിലനിൽക്കുന്നത് കടുത്ത ഗ്രൂപ്പ് പക്ഷപാതിത്വങ്ങളാണ് BJPയിലുള്ളത്. അത് ഇപ്പോ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോഴേക്ക് തുടങ്ങിയതല്ല. എത്രയോ വർഷങ്ങളായി അടിഞ്ഞുകൂടി കിടക്കുന്ന ഗ്രൂപ്പ് താല്പര്യങ്ങളും അതിന് പേരുള്ള പരസ്പരം പോരുകളും പല കമ്മിറ്റികളും കോർ കമ്മിറ്റി അടക്കം പല നേതാക്കളും പങ്കെടുക്കാതിരിക്കുകയും പിന്നീട് നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ട് വരികയും പ്രകാശ് ജാവ്ദേക്കർ തന്നെ മനമെടുത്ത് പറയുന്ന ഘട്ടം എത്തിയിട്ടുണ്ട്. എനിക്കിനി വയ്യ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം പറയുന്ന ഘട്ടം ഞാൻ നേരിട്ട് അദ്ദേഹത്തെ ഒരിക്കൽ കാണുമ്പോൾ, ഞാൻ ഒറ്റയ്ക്കല്ല ബാക്കിയുള്ളവരും കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് മനമെടുക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിലെ BJPയിലെ നേതാക്കളുടെ പടലപ്പിണക്കങ്ങൾ മാറി തീർന്നിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് നിയമിക്കുന്നത്. അപ്പൊ ആ താങ്കൾ ചോദിച്ചതുപോലെ തന്നെ താഴെ തട്ടിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ബന്ധമില്ലാത്ത കെട്ടിയിറക്കപ്പെട്ട ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്ന് പറയുന്നതൊന്നും വലിയ കാര്യമല്ല. പക്ഷെ ഒരു കാര്യം അവിടെ കാണാതിരുന്നുകൂടാ കേട്ടോ. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം കാണിച്ചു കൂട്ടിയ അത്ഭുതാവഹമായ ഒരു ഇലക്ഷനിയറിംഗ് ഉണ്ട്, ഇലക്ഷൻ പ്രചാരണ പ്രവർത്തനങ്ങളുണ്ട്. അതിന് അദ്ദേഹത്തിന് കൂടുതൽ കോർ ടീം ഉണ്ടായിരുന്നു. അത്തരം കോർ ടീമിനെയാണോ ഇനിയും ഇവിടെ തുടരാൻ സാധ്യത കൽപ്പിക്കാനാകുക എന്ന് പറയുമ്പോഴത്തേക്ക്, അങ്ങനെയാണെങ്കിൽ അതാണ് വരുന്നതെങ്കിൽ അത് BJPയെ കൂടുതൽ അസ്വസ്ഥമാക്കാനേ ഇടയുള്ളൂ. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല ഒരു സംഘടനയെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞ പ്രവൃത്തി. അത് രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനവും സംഘടനയെ കൊണ്ടുപോവുക എന്നുള്ളതും. അപ്പൊ അങ്ങനെ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ആ കോർ ടീം ഇവിടേക്ക് പറിച്ചു നടപ്പെട്ടാൽ അത് BJPയിൽ കൂടുതൽ അന്തഃഛിദ്രങ്ങൾക്ക് ഇടയാക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും BJPയുടെ കേരളത്തിലെ ഇനിയുള്ള മുമ്പോട്ടുള്ള പോക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടുകളെ ആസ്പദമാക്കിയാണല്ലോ ഇരിക്കുന്നത് പൂർണ്ണമായിട്ടും. ഇപ്പൊ VD സതീശൻ മുമ്പേ പറയുന്നത് കേട്ടു, K സുരേന്ദ്രനെ നോക്കിയിട്ടല്ലോ നമ്മൾ നിലപാട് നിശ്ചയിക്കുന്നതെന്ന്. അങ്ങനെയാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സ്വർണ്ണക്കടത്ത് കേസിൽ കണ്ടതാണ്. സുരേന്ദ്രൻ രാവിലെ പറയുന്നു, വൈകുന്നേരം രമേശ് ചെന്നിത്തല പറയുന്നു. അപ്പൊ ആ തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ നമ്മളിവിടെ വർക്കായത് കണ്ടതാണ്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ലാന്ന് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ആ നിലയിലേക്ക് ഇതിപ്പോ എങ്ങനെ വരാൻ പോകുന്നു ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എങ്കിലും BJPയിലെ ഉൾപ്പിരിവുകൾ അത്ര പെട്ടെന്ന് കെട്ടടങ്ങുന്ന ലൈനിലല്ല കാര്യങ്ങളുടെ പോക്കെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തുടക്കത്തിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയ മറുപടികളൊക്കെ അങ്ങനെയായിരുന്നു. അതാണ് എനിക്ക് ഇവിടെയും പറയാൻ കഴിയുന്ന കാര്യം. ശ്രീ ജയചന്ദ്രൻ, ഈ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉടമ എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് വിലയിരുത്താൻ കഴിയുമോ? ഇടതുപക്ഷത്തിനെതിരെ, CPIM-നെതിരെ, പിണറായി വിജയനെതിരെ വായിൽ വരുന്നത് എന്തും 8 മണിക്ക് വന്നിരുന്ന് പറയാനും അത് പ്രചരിപ്പിക്കാനും, അതായത് ഒരു മാധ്യമ നൈതികതയില്ലാതെ, ധാർമ്മികതയില്ലാതെ CPIM സംസ്ഥാന സമ്മേളനം കഴിയുന്ന ദിവസം പിണറായി ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് കൊടുത്ത് ഒരു ചർച്ച സംഘടിപ്പിക്കുക, വായിൽ വരുന്നതെന്തും CPIM-നെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും പറയുക, അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ എന്നൊരു പ്രിവിലേജ് അദ്ദേഹം അനുഭവിക്കുന്നുണ്ടോ? എന്തും വിളിച്ച് പറയുന്ന, പഴയ ഏഷ്യാനെറ്റിനെ കുറിച്ചല്ല പറയുന്നത്, ആ ഏഷ്യാനെറ്റുമല്ല, ഈ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായി കാണുന്ന അന്ധമായ മാധ്യമധർമ്മത്തിൻ്റെ ഒരു പോയിന്റിൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത അന്ധമായ വിരോധത്തിൻ്റെ പേരിൽ മാത്രം നടത്തുന്ന ചർച്ച നടത്തുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിന് ഈ അധ്യക്ഷ സ്ഥാനം കിട്ടിയെന്ന് പറയാൻ കഴിയും. അതല്ല, ഇനി ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യത്തിലെങ്കിലും ഇത്തരത്തിൽ വ്യക്തിവിരോധം മാത്രം മുൻനിർത്തിയുള്ള ചർച്ചകൾ ആ സ്ഥാപനത്തിൽ നടത്താൻ പാടില്ല എന്ന് പറയാനുള്ള ആർജവം അദ്ദേഹം കാണിക്കുമോ? കുംഭമേളയെക്കുറിച്ച് ഒരു പരാമർശം വന്നപ്പോൾ അദ്ദേഹം ഇടപെട്ടിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. അല്ല, അത് താങ്കളുടെ ചോദ്യത്തിന് ഞാൻ ചെറിയൊരു ഭേദഗതിയോടുകൂടിയാണ് മറുപടി പറയുന്നത്. ക്ഷമ എന്നോട് ചോദിച്ചത് ഏഷ്യാനെറ്റിന്റെ ഉടമ എന്നുള്ള വളരെ ആഡഡ് അഡ്വാൻറ്റേജ് ആണോ എന്നുള്ളതാണ്. ഞാൻ അതിനെ കാണുന്നത് അങ്ങനെയല്ല. ചെറിയൊരു ഭേദഗതിയേ ഉള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അത് വളരെയധികം ആഡഡ് ഡിസ്അഡ്വാൻറ്റേജ് ആയിരിക്കും രാജീവ് ചന്ദ്രശേഖരന് അത് വരുത്തി വെക്കാൻ പോകുന്നത്. കാരണം ഈ സ്വന്തം ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് മീഡിയ ഇൻ ഡിസ്ഗൈസ് പ്രച്ഛന്ന മാധ്യമ പ്രവർത്തനമാണ് ഏഷ്യാനെറ്റ് പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴേക്ക് അതിന്റെ ഉടമയാണെങ്കിൽ കൂടി
അദ്ദേഹത്തിന് അതിൻ്റെ അകത്ത് ഒരു നിയന്ത്രണമില്ല, മാധ്യമ മേഖലയിൽ അദ്ദേഹം ഇടപെടുന്നില്ല, അത് ഞങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം അദ്ദേഹം തന്നിരിക്കുകയാണ് എന്നൊക്കെയുള്ള വിശുദ്ധ വാക്യങ്ങൾ ഇനി പുറത്തിറങ്ങും ഏഷ്യാനെറ്റിൽ നിന്ന്. അത് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെയാണ് അദ്ദേഹം, രാജീവ് ചന്ദ്രശേഖർ, ഏഷ്യാനെറ്റിന്റെ എഡിറ്റോറിയൽ പോളിസിയെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ ശ്രമിക്കാറേയില്ല, ശ്രമിച്ചിട്ടില്ല. മേലിലും സംസ്ഥാന പ്രസിഡന്റായി ഇരിക്കുമ്പോഴും അദ്ദേഹം ശ്രമിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ എഡിറ്റോറിയൽ മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുതിയ വാറോലകൾ നമ്മൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് കാണാൻ പോകുന്നതേ ഉള്ളൂ. അവരുടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇടതുപക്ഷ വിരുദ്ധതയ്ക്ക് എത്രത്തോളം ഭ്രാന്താകാമോ ആ ഭ്രാന്തിന്റെ മൂർധന്യത്തിലാണ് അവിടുത്തെ മാധ്യമപ്രവർത്തകർ പലരും ഉള്ളത്. അതാണ് കാണുന്നത്. ജനൻ ടിവിക്ക് പോലും ഈ തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവർ തയ്യാറാവില്ല. തീർച്ചയായും അത് തന്നെയാണ് ജയചന്ദ്രൻ, അത് തന്നെയാണ്. ശ്രീകുമാർ, ജനൻ ടിവിയോ ജന്മഭൂമിയോ പോലും ഒരു നിലവാരവുമില്ലാത്ത ഒരു വിമർശനം അങ്ങനെ ഉന്നയിക്കുന്നത് കണ്ടിട്ടില്ല. വിമർശനമൊക്കെ ആവാം, അതിലൊന്നും ഒരു തർക്കവും ആർക്കുമില്ല. പക്ഷേ ഏഷ്യാനെറ്റ് രാത്രി 8 മണിക്ക് നടത്തുന്ന ഈ ഒരു പ്രവർത്തനത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ ഏത് രീതിയിലാണ് കാണുന്നത്? CPIM-നെ പോലെ ബ്രാഞ്ച് തലം മുതൽ ഇത്രയും വലിയ സമ്മേളനങ്ങൾ നടത്തി സംസ്ഥാന സമ്മേളനത്തിലെത്തുമ്പോൾ പിണറായി ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ ഒരു ചർച്ച നടത്തുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, അത്തരം അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വിമർശിക്കുന്നതിനെ അല്ല ഞാൻ പറയുന്നത്. ഏഷ്യാനെറ്റിന്റെ ഉടമ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ പറയാം. കൈരളി ടിവിയോ അല്ലെങ്കിൽ മീഡിയ വണ്ണോ ഒക്കെ വിമർശിക്കുന്നതിനേക്കാളും ആക്ഷേപിക്കുന്നതിനേക്കാളും വളരെ രൂക്ഷമായ രീതിയിലും വളരെ മോശമായ രീതിയിലും BJPയെയും നരേന്ദ്രമോദിയെയും RSനെയും നിരന്തരം ആക്ഷേപിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അത് രൂക്ഷമായി അതിൻ്റെ ഒരു വലിയൊരു സ്റ്റെപ്പ് എടുത്തപ്പോഴാണ് ഈ ചാനലിനെ ഞങ്ങളാരും ചർച്ചയ്ക്ക് പോകുന്നില്ല എന്ന് BJP നേതൃത്വം തീരുമാനിച്ചത്. അതെത്രയോ നാളവർ പോകാതിരുന്നു. പിന്നെ പക്ഷേ ഇപ്പോൾ ഒരു മുഖ്യധാരയിലേക്ക് എത്തിയ ആളെന്ന നിലയിൽ, അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ ആ വിമർശനത്തിന് ഒരു അന്തസ്, വാക്കുകൾക്ക് ഒരു അന്തസ് അന്നും അദ്ദേഹം മുഖ്യധാരയിലായിരുന്നു. BJPയുടെ പറയൂ. അല്ല സുഹൃത്തെ, അന്നും ഇദ്ദേഹം മുഖ്യധാരയിലായിരുന്നു. BJPയുടെ MP ആയിരുന്നു, മന്ത്രിയായിരുന്നു. BJP നേതൃത്വം അദ്ദേഹത്തിന്റെ പോളിസി അത് ബിസിനസ്സിൽ അദ്ദേഹം ഇടപെടുന്നില്ല. നാളെ അവിടെ എഡിറ്റോറിയൽ ശ്രീകുമാർ ഇടപെട്ടു. കുംഭമേളയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പരാമർശത്തെ സംബന്ധിച്ച് കുംഭമേളയുമായി ബന്ധപ്പെട്ട് ആ ചാനലിൽ വന്ന ഒരു പരാമർശത്തെ സംബന്ധിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. എങ്ങനെ ഇടപെട്ടു? ഫേസ്ബുക്കിൽ പോസ്റ്റ്. അതാ പറഞ്ഞത്, ഫേസ്ബുക്കിൽ അദ്ദേഹം ഇട്ട പോസ്റ്റിനാണെന്ന് നിങ്ങൾ കണ്ടോ? അതെ, അത്തരം പരാമർശങ്ങൾ ഉണ്ടാവരുത്, അത്തരം പരാമർശങ്ങൾ ഉണ്ടാവരുത്. അല്ല അങ്ങനെ ഫേസ്ബുക്കിലല്ലോ അങ്ങനെ ഒരു മുതലാളിയൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ ഇടപെടുന്ന ആളാണെങ്കിൽ ഉണ്ടാകരുതെന്ന് പറഞ്ഞ് അൾട്ടിമം കൊടുത്ത് ചെയ്തവരെ പുറത്താക്കുകയല്ലേ ചെയ്ത്? അത് ചെയ്തില്ലല്ലോ. അപ്പൊ അദ്ദേഹം അത് സംബന്ധിച്ച് നിർദ്ദേശം കൊടുത്തു. അപ്പൊ ഇടപെടേണ്ട സ്ഥലത്ത് ഇടപെടാൻ അദ്ദേഹത്തിന് അറിയാം. ഞാൻ പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ഇടപെട്ടില്ലത് അദ്ദേഹം നിങ്ങളെ കണ്ട നിർദ്ദേശം കൊടുത്ത് നിങ്ങൾ അറിഞ്ഞോ? അല്ലല്ല നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് അത്തരം പരാമർശങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അല്ല, അദ്ദേഹം അത്തരം പരാമർശിക്കാൻ ഉണ്ടാകാൻ പാടില്ല എന്നല്ല പറഞ്ഞേ. അത്തരം പരാമർശങ്ങൾ ഒരു വലിയ വിഭാഗത്തെ വിഷമിപ്പിക്കുന്നുണ്ട്, അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ശരിയല്ല എന്ന് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതി. അത് അദ്ദേഹം അവിടുത്തെ എഡിറ്റോറിയൽ വിഭാഗത്തെ വിളിച്ച് താക്കീതെന്നോ അവിടെ ആരെങ്കിലും പുറത്താക്കിയെന്നോ എനിക്കറിഞ്ഞുകൂടാ. സാധാരണ നമ്മുടെ റൊട്ടീൻ അനുസരിച്ചൊക്കെയാണ് അദ്ദേഹത്തിന് അത്ര ഒരു ഇതാണെങ്കിൽ അദ്ദേഹം അവരെ പിടിച്ച് പുറത്താക്കും. പക്ഷേ അദ്ദേഹം ചെയ്തില്ല. BJPക്കെതിരെ രൂക്ഷമായ വിമർശനം വരുന്നപ്പം BJP മന്ത്രിസഭയിൽ അംഗമായി രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുമ്പോൾ നരേന്ദ്രമോദിയെ ആക്ഷേപിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് തുടർച്ചയായിട്ട് സ്റ്റോറികളും ഇല്ലാ കഥകളും മെനഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞ നിലപാട് ഇതാണ്. അല്ലല്ല ഹലോ, ജയചന്ദ്രനെ കുറിച്ച് ഞാൻ പറഞ്ഞ കേക്ക് സോര, അന്നും അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതായിരുന്നു. ഞാൻ ഇക്കാര്യത്തിൽ അവരുടെ എഡിറ്റോറിയൽ പോളിസിയിൽ ഇടപെടില്ല, അത് അദ്ദേഹത്തിൻ്റെ നയമാണ്. നാളെ BJP സംസ്ഥാന പ്രസിഡന്റ് ആയാലും അയാൾ അത് തന്നെയായിരിക്കും നയം. അല്ലാതെ നാളെ പോയിട്ട് അവിടെ ഏഷ്യാനെറ്റിൻ്റെ എഡിറ്റോറിയൽ മീറ്റിംഗ് കൂടിയിട്ട് ഇനി നാളെ തൊട്ട് എന്നെ പുകഴ്ത്തിക്കൊണ്ട് വാർത്ത അയക്കണം എന്ന് പറയില്ല. അയാൾ ഇലക്ഷനിൽ നിന്നപ്പോഴും ക്രൂഷ്യൽ ടൈമിൽ അതായത് തിരുവനന്തപുരത്ത് ഇതാണ് ശ്രീകുമാർ പറയുന്നത്. അതായത് വളരെ നിഷ്പക്ഷനായ ഒരു കാര്യത്തിലും നിർദ്ദേശം കൊടുക്കാത്ത,
ഒരു ഭയങ്കര ഉടമസ്ഥനാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം ഒരു കാര്യത്തിലും അങ്ങനെയൊന്നും ഇടപെടില്ല. ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് വന്ന പരാമർശത്തെക്കുറിച്ചും അദ്ദേഹം അങ്ങനെയൊന്നും ഇടപെട്ടിട്ടില്ലെന്നാണ് ശ്രീകുമാർ പറയുന്നത്. അല്ല, അതൊക്കെ ശ്രീകുമാർ പറഞ്ഞോട്ടെ. പക്ഷേ ശ്രീകുമാർ പറയുന്നത് പിന്നെ വലിയൊരു വിഭാഗം പ്രേക്ഷകർ കേൾക്കുന്നുണ്ടല്ലോ, അവർ മനസ്സിലാക്കട്ടെ ഷമ്മി. കാരണം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമസ്ഥനാണ് രാജീവ് ചന്ദ്രശേഖർ, ഏഷ്യാനെറ്റ് എന്റർടൈൻമെന്റ് ചാനലിന്റെ ഉടമസ്ഥനല്ല. ഒന്ന്. രണ്ടാമത്, ഒരു ന്യൂസ് ചാനലിൽ ഉടമസ്ഥന് എന്താണ് പിന്നെ ഇടപെടാനുള്ളത് ന്യൂസിലല്ലെങ്കിൽ? ഇപ്പോ പിന്നെ കൈരളിയുടെ ഉടമസ്ഥർക്ക്, കൈരളിയെ നയിക്കുന്നവർക്ക് കൈരളി ന്യൂസ് ചാനലാണ്. ആ ന്യൂസ് ചാനൽ എങ്ങനെ കൊണ്ടുപോകണം എന്ന് വ്യക്തമായ അഭിപ്രായമില്ലാതെ ഒരുപറ്റം ജേർണലിസ്റ്റുകൾക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്ന സമീപനമാണോ കൈരളി സ്വീകരിക്കുക, അല്ലെങ്കിൽ മറ്റ് ന്യൂസ് ചാനലുകൾ സ്വീകരിക്കുക? അങ്ങനെയല്ലല്ലോ. നമ്മുടെ കൈരളിയെ ഉൾപ്പെടെ ഞാൻ പറയുന്നത്, മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യമേ അല്ല. അത് മാധ്യമ ഉടമയുടെ സ്വാതന്ത്ര്യവുമായിട്ടാണ് ബഹുഭൂരിപക്ഷവും 19ാം നൂറ്റാണ്ട് മുതൽ തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് ആർക്കാണ് അറിയാത്തത്? കേസരി ബാലകൃഷ്ണൻ ഉള്ളതൊന്നും ഇന്ന് ജീവിക്കുന്നില്ല, അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുമില്ല. അപ്പോൾ മാധ്യമ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് മാധ്യമ ഉടമയുടെ താല്പര്യവുമായി വളരെയധികം ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് അങ്ങനെയല്ല. ഞങ്ങൾ സ്വതന്ത്രരായ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ്. ഞങ്ങളുടെ ഉടമയായ രാജീവ് ചന്ദ്രശേഖർ ഒരു തരത്തിലും ഞങ്ങളുടെ ഡെസ്ക് വർക്കിലോ മറ്റ് മീഡിയ പിന്നെ ഇടപെടലുകളിലോ ഒന്നും കൈകടത്താറില്ല, ശ്രദ്ധിക്കാറ് പോലുമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് വെള്ളം തൊടാതെ വിഴുങ്ങണം എന്ന് പറഞ്ഞാൽ എന്നെ കിട്ടില്ല. ഞാൻ അങ്ങനെ അത് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ആളുമല്ല. വസ്തുത അങ്ങനെയല്ല എന്ന് അറിയാവുന്ന ഒരു പിന്നെ മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് തന്നെ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം ഒരു കാര്യമുണ്ട്, അതിൻ്റെ അകത്ത് എന്തായിരിക്കണം ആ ലിറ്റ്മസ് ടെസ്റ്റിന്റെ ബേസ്? അതൊരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെ കിട്ടുന്ന വാർത്തയെല്ലാം മുതലാളിയെ കാണിച്ച് അനുമതി വാങ്ങിക്കണം എന്നുള്ളതല്ല. പക്ഷെ അതിനകത്ത് കുറെ ഡയറക്റ്റീവ്സ് വരും. ആ ഡയറക്റ്റീവ്സ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പ്രസ്ഥാനത്തിന് മുമ്പോട്ട് കൊണ്ടുപോവുക, അതാണ് വരിക. അത് ചെയ്യേണ്ടി വരും. അത് ചെയ്യേണ്ടി വരുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് പിന്നെ അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്നോ എന്ന് അങ്ങനെ അതിർത്തി രേഖകളൊന്നും നിർണയിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിന്റെ ഉടമ രാജീവ് ചന്ദ്രശേഖർ ആയതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കരുത് എന്ന് പിന്നെ ഒരിക്കലും അദ്ദേഹം പറയില്ല. അതേസമയം വ്യക്തമായ ഗൈഡ് ലൈൻസ് തന്റെ ടീമിന്, ന്യൂസ് ടീമിന് അദ്ദേഹം കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹം ഒരു മിടുക്കനായ ബിസിനസ്സുകാരനല്ല, കൊടുക്കുന്നില്ലെങ്കിൽ. അതേസമയം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മിടുമിടുക്കനായ ഒരു ബിസിനസ്സുകാരാണ് രാജീവ് ചന്ദ്രശേഖർ. അതല്ല ജയചന്ദ്രൻ, അങ്ങനെയല്ല. ഇത് ഈ ചർച്ചയുടെ വാക്കുകൾ, അതിൻ്റെ രീതി, അതിനെയാണ്, അതായത് ഒരു വിമർശനമല്ല, അങ്ങ് ആക്ഷേപിക്കുകയാണ്. ആക്ഷേപത്തിൻ്റെ അങ്ങേയറ്റമാണ്. വിമർശനവും ആക്ഷേപവും രണ്ടും രണ്ടല്ലേ? ഒരു മാധ്യമത്തെ ഉപയോഗിച്ചുകൊണ്ട് ഷമി അതില് ഒരു കാര്യമുള്ളത് താങ്കൾ മുമ്പ് സൂചിപ്പിച്ചില്ലേ, ഈ പിണറായി ആൻഡ് കോ. ആ ചർച്ചയിൽ ഞാനുണ്ട്. ആ ചർച്ചയിൽ, ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ ഞാനുണ്ട്, ഞാൻ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയേണ്ട നിലപാടുകൾ ഞാൻ കൃത്യമായി പറഞ്ഞു. അവരുടെ ഈ ടൈറ്റിൽ മാറ്റാൻ നമുക്ക് അധികാരമൊന്നുമില്ല. പക്ഷെ ചർച്ചയ്ക്ക് എന്നെ വിളിക്കുമ്പോൾ, ചർച്ചയ്ക്ക് ഞാൻ ഇരിക്കുമ്പോൾ ആ ചർച്ചയിൽ എൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായി പറയാനുള്ള അവകാശം ഞാൻ സംരക്ഷിക്കും. അതിനവർ എത്ര ശ്രമിച്ചാലും ഞാൻ അതിന് വഴങ്ങുകയുമില്ല ആ ചർച്ചയിൽ. അത് വേറെ കാര്യം. അവരെങ്ങനെ പറയുന്നു ഉള്ളൊരു മുൻവിധി അവർക്കുണ്ട്. അതേപോലെ തന്നെ അവരെ പറ്റിയുള്ള അത് മാത്രമല്ല ജയചന്ദ്രൻ, നിർമ്മലാ സീതാരാമനുമായി നടക്കുന്ന ചർച്ച, ആ ചർച്ച കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്നത് എന്തിനാണ്? വീണ വിജയനുമായി ബന്ധപ്പെട്ട ചർച്ച ഒത്തുതീർപ്പാക്കാൻ സീതാരാമനെ കാണാൻ പോയി എന്ന് പറഞ്ഞാണ് ഈ ചർച്ചകൾ അവസാനിപ്പിക്കുന്നത്. ഇത് എന്ത് മാധ്യമ പ്രവർത്തനമാണ്? ഇത് വിമർശനമാണോ അതോ മറ്റുള്ള മനുഷ്യരെ ആക്ഷേപിക്കലാണോ? അതാണ് ചോദ്യം. അല്ല, അത് ഞാൻ സ്ഥിരമായി ഇവരുടെ വിമർശനത്തിന് ഞാൻ പറയുന്ന ഒരു പണിയുണ്ട്. അതിന് ആ പണിക്ക് കൂട്ടിക്കൊടുപ്പം എന്ന പേര് പറയാൻ പറ്റൂ. ഇവർക്ക് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി കൂട്ടിക്കൊടുക്കുകയാണ് എന്നുള്ള അർത്ഥത്തിലല്ല. അത് മാധ്യമപ്രവർത്തകർ ചെയ്യാൻ പാടില്ലാത്ത കൂട്ടിക്കൊടുപ്പാണത്. അത്തരത്തിലുള്ള നിലപാടുകളാണ് അവർ സ്വീകരിക്കുന്നത്, നിരന്തരം സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ നിലപാട് സ്വീകരിക്കുന്നത്? പിന്നെ ഈ ആന്റി LDF എന്നുള്ളതല്ല, ആന്റി CPM എന്നുള്ളതിനേക്കാൾ ഉപരി ആന്റി പിണറായി വിജയൻ ഫാമിലി എന്നുള്ളത് തന്നെയാണ് അവരുടെ കോർ ഇഷ്യൂ. ആ കോർ ഇഷ്യൂവിലാണ് അവരുടെ വാർത്തകളെല്ലാം കരുപ്പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളൊരു മെച്ചം എന്താണെന്നറിയോ CPIM-ന്? പിന്നെ എന്താണ് ഏഷ്യാനെറ്റിന്റെ അജണ്ട എന്നുള്ളത് അവര് പറയാതെ തന്നെ ജനങ്ങൾക്ക് അതിവേഗം വെളിപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ
ഏഷ്യാനെറ്റ് കാണുന്നവർക്കെല്ലാം അത് അറിയാം. ഇപ്പൊ ഞാനെന്നാ ചർച്ച, പിണറായി കമ്പനിയുടെ ചർച്ച ഞാൻ നടത്തി കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു 5-10 മിനിറ്റിനകം തന്നെ ഈ ഏഷ്യാനെറ്റിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, CPIM-നെ അല്ല, ഏഷ്യാനെറ്റിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്, പറയേണ്ടതായിരുന്നു എന്ന്. ഏഷ്യാനെറ്റിനെ ഇഷ്ടപ്പെടുന്നവരാണ്, ആ ചർച്ച നടത്തിയ അബ്ജോദ് വർഗീസിനെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അതാണ് അവരെ പറ്റി ജനങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാത്ത കാലത്തോളം ജനങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് CPIM-നും പിണറായി വിജയനും ഒക്കെ വളരെ ഗുണകരമായിട്ട് തന്നെയാണ് കേരളീയ പൊതുസമൂഹത്തിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അത് രാജീവ് ചന്ദ്രശേഖർ വന്നതുകൊണ്ട് അങ്ങനെ കുറച്ചെങ്കിലും ഈ നിലവാരം, ഈ വാർത്താ നിലവാരം കുറെ കൂടെ മാൻഡേറ്ററി ആയിട്ട് തന്നെ പാലിക്കണം എന്ന് ആവശ്യപ്പെടാൻ ഇടയുണ്ട് കേരളത്തിൽ ഏഷ്യാനെറ്റിനോട് നേരിട്ട്. അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അങ്ങയുടെ നിലപാടാണ് ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ. നിങ്ങൾ കുറച്ചുകൂടെ ഉത്തരവാദിത്തോടെ റെസ്പോൺസിബിൾ ജേർണലിസം നടത്തണമെന്നുള്ള മാൻഡേറ്ററി ആയിട്ടൊരു നിർദ്ദേശം അവർക്ക് കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ അത് കൂടുതൽ പരിക്കിലേക്ക് പോകും. ചന്ദ്രശേഖരനും ശ്രീകുമാർ, അതാണ് ഈ ഒരു വിഷയത്തെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം, വിമർശിക്കാം, രണ്ടും രണ്ടാണ്, രണ്ട് തലമാണ്. ഈ ആക്ഷേപത്തിന് കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിന് വിട്ടുകൊടുക്കുക, ആ രീതിയിലേക്ക് മാറുക, ഒരു സമൂഹത്തിൽ ഒരു നിയന്ത്രണം വേണ്ടേ ഒരു വിമർശനത്തിന്? നമ്മൾക്ക് വായിൽ വരുന്നത് എന്തും പറയാനുള്ള ഇടമായി അതിനെ മാറ്റാൻ പാടുണ്ടോ? നിങ്ങൾക്ക് വിമർശനം ഉണ്ടാകും, നിങ്ങൾക്ക് എതിർകക്ഷിയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, ഒക്കെ ശരിയാണ്. പക്ഷെ അതിനൊരു നിലവാരം വേണ്ടേ ആ വിമർശനത്തിന്? ഈ ചാനലിൽ 8 മണിക്ക് നടക്കുന്ന ഈ ഒരു സംവിധാനം അത് അങ്ങ് ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങേക്ക് അത് മനസ്സിലാവും. ആ ഒരു വിഷയത്തിലെങ്കിലും ഈ പറയുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾക്ക്, ഇനി നേരത്തെ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ അദ്ദേഹം BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലെങ്കിലും ആ വിഷയത്തിൽ ഇടപെടാൻ അദ്ദേഹം തയ്യാറാകും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, കൈരളി ചാനലിൻ്റെ ഫ്ലോറിൽ നിന്നുള്ള നിലവാര തകർച്ചയൊന്നും ഏഷ്യാനെറ്റിലുണ്ടെന്ന് എനിക്ക് കരുതുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്പർ 1 സ്ഥാനം കൈരളിക്ക് തന്നെയാണ്. അത് കഴിഞ്ഞൊക്കെ ഏഷ്യാനെറ്റൊക്കെ വരുള്ളൂ. ഏഷ്യാനെറ്റ് വലിയ മഹത്വമാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ശ്രീ ജയചന്ദ്രൻ ഒരു മാധ്യമപ്രവർത്തകനാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം കുത്തവ മുതലാളിമാരുടെ കീഴിൽ മാത്രം മാധ്യമപ്രവർത്തനം ചെയ്തുകൊണ്ടാകാം അദ്ദേഹം പറഞ്ഞത് മുതലാളിമാരുടെ നിലപാടുകൾ മാത്രമേ മാധ്യമപ്രവർത്തനത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലാതെ ഇവിടെ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നുള്ള കാര്യം ജയചന്ദ്രനും മനസ്സിലാക്കണം. നമുക്കറിയാം, ജയചന്ദ്രൻ പറഞ്ഞില്ല, ഇല്ലാത്തത് പറയരുത് ശ്രീകുമാർ, അങ്ങനെയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് എല്ലാ ദിവസവും ആ വാർത്തയിലൊന്നും അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം നിങ്ങളെന്തിനാ ജയചന്ദ്രൻ ന്യായീകരിക്കാൻ പോകുന്നത്? ഞാനല്ലേ പറഞ്ഞു, ജയചന്ദ്രൻ പറഞ്ഞതിന് മറുപടിയല്ലേ പറഞ്ഞത്. നിങ്ങളെന്തിനാ അദ്ദേഹത്തിന് വക്കാലത്ത് എടുക്കുന്നത്? അത് നിങ്ങളുടെ അദ്ദേഹം പറഞ്ഞത് മുതലാളിക്ക് എല്ലാ ദിവസവും വാർത്തയിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ അല്ലെന്നേ അദ്ദേഹം പറഞ്ഞത് മാധ്യമ മുതലാളിമാരുടെ താല്പര്യങ്ങളാണ് മാധ്യമങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞില്ലെന്ന് ശ്രീ ജയചന്ദ്രൻ പറയട്ടെ. നിങ്ങൾ എന്തിനാ ഇല്ലാത്ത കാര്യം പറയുന്നത്? അദ്ദേഹം പറഞ്ഞതിന് മറുപടി ഞാൻ പറയുന്നത്, ഞാൻ കേട്ടിട്ടാണ് പറയുന്നത്. ഇതല്ല, അങ്ങനെ മുതലാളിമാരല്ല, അങ്ങനെയല്ലാതെ മാധ്യമപ്രവർത്തനവും സമീപകാലത്ത് നടന്നിട്ടുണ്ട്. MK മുനീറായിരുന്നു ഇന്ത്യ വിഷൻ്റെ മുതലാളി. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വാർത്ത എയർ ചെയ്തത് അന്നത്തെ അതിൻ്റെ റിപ്പോർട്ടറായിരുന്ന MV രാഘവൻ്റെ മകൻ നികേഷ് കുമാർ. കുഞ്ഞാലിക്കുട്ടിക്ക് രാജിവെക്കേണ്ടി തള്ളി പറഞ്ഞില്ല. തീർച്ചയായും എന്തായാലും പിന്നെ അതൊന്നും അറിയാത്ത പോലെ പറയുന്നോണ്ടാ, അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് പറയുന്നോണ്ടാ പറയുന്നത്. ഇവിടെ ഈ ജയചന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഈ രാജീവ് ചന്ദ്രശേഖർ നല്ലൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് പല ബിസിനസ്സുള്ളതിൽ ഏറ്റവും എനിക്ക് തോന്നുന്നത് ഏറ്റവും ചെറിയ തുച്ഛമായ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു സംഗതിയാണ് ഏഷ്യാനെറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ്. അദ്ദേഹം അതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ മാത്രമാണ് ശ്രദ്ധിക്കാറുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം എഡിറ്റോറിയൽ പോളിസിലൊന്നും ബന്ധപ്പെടാറോ എഡിറ്റോറിയൽ മീറ്റിംഗ് കൂടാറോ ഇല്ല. നമുക്കറിയാം ഈ ഇടതുപക്ഷത്തെ കുറിച്ച് എന്ത് പറഞ്ഞാലും എന്ത് ആക്ഷേപിച്ചാലും അദ്ദേഹത്തിന് വേദന ജയചന്ദ്രൻ. ഒളിയമ്പുമായി കൊടിക്കുന്നിൽ സുരേഷ് താൻ നിൽക്കുന്നത് വല്ലാത്ത മാനസികാവസ്ഥയിലാണെന്നും കാരണം തുറന്നു പറഞ്ഞാൽ വിവാദമാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ശത്രുക്കൾ കൂടിയേക്കാമെന്നും അതുകൊണ്ട് പ്രസംഗം എഴുതിക്കൊണ്ടാണ് വന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കി. ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും വേദിയിൽ ഇരിക്കുമ്പോഴായിരുന്നു കൊടിക്കുന്നിലിൻ്റെ വാക്കുകൾ. ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രസംഗിച്ചാൽ പലതും നമുക്ക് തുറന്ന് പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട്
അതൊരു വിവാദമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രസംഗം എഴുതിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത്തരം വേദികളിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും. പക്ഷെ അത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. അതിൻ്റെ പേരിൽ ഒരു പക്ഷേ ശത്രുക്കൾ കൂടിയെന്ന് വന്നേക്കാം. അതുകൊണ്ട് ഞാൻ ഒരു ദീർഘമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല, അത്തരത്തിലുള്ള ഒരു പ്രസംഗത്തിലേയും കടന്നു പോകുന്നില്ല. ശ്രീ ജയചന്ദ്രൻ, നമുക്ക് അധികം സമയമില്ല. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഈ വാക്കുകൾ താങ്കൾ എങ്ങനെയാണ് കേൾക്കുന്നത്? ഷമി, അത് കൊടിക്കുന്നിലിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചും കൂടെ ഇരിക്കും. കാരണം ഞാൻ വിലയിരുത്തിയിട്ടുള്ളത് വളരെ ക്ലവർ ആൻഡ് കണ്ണിങ് പൊളിറ്റീഷ്യനാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ പറയുന്നതിന് ഞാൻ കാണുന്ന ഒരർത്ഥമേ ഉള്ളൂ. ആസന്നമാണ് കേരളത്തിലെ KPCC പ്രസിഡന്റിന്റെ പുതിയ ഒരു ആളിനെ കൊണ്ടുവരികയാണല്ലോ, പുനഃസംഘാടനം. ആ പുനഃസംഘടിപ്പിക്കുമ്പോൾ തന്റെ ക്ലെയിം വളരെ പരോക്ഷമായിട്ടാണ് അദ്ദേഹം രജിസ്റ്റർ ചെയ്യുന്നത്. അതാണ് ഞാൻ ഇതിൽ വായിച്ചെടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ കൊടിക്കുന്നിൽ സുരേഷിന് നിരാശ ബാധിച്ചെന്നോ എന്നുള്ള നിലയിലൊന്നും കാണുന്ന ഒരാളെ അല്ല ഞാൻ ഇക്കാര്യത്തിൽ. അദ്ദേഹത്തിന്റെ വളരെ തന്ത്രപരമായ എന്നാൽ നടക്കാനിടയില്ലാത്ത മോഹം തന്നെ മറ്റു പലരും സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോഴേ. കാരണം UDF അടുത്ത തവണ അധികാരം കിട്ടുകയാണെങ്കിൽ ഒരു നായർ സമുദായ അംഗമായിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുക എന്നുള്ള ഒരു അഭ്യൂഹമാണല്ലോ നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ PCC പ്രസിഡന്റ് ആവേണ്ടത് നിശ്ചയമായും ഒരു ക്രൈസ്തവ സമുദായ അംഗമായിരിക്കണം. അതിനാണ് മുൻതൂക്കം, വാദഗതിക്കാണ് മുൻതൂക്കം. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഈ തരത്തിലുള്ള ഒന്നും പറയാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കുഴപ്പമാവും, അതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല, വളരെ സൂക്ഷിച്ച് എഴുതിക്കൊണ്ടുവന്നാണ് വായിക്കുന്നത് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? 8 തവണയായിട്ട് ലോക്സഭാ അംഗമാണ്, ദളിത് സമുദായ അംഗമാണ്, SC ആണ്. ആ നിലയ്ക്കുള്ള പരിഗണന ഇതുവരെ കിട്ടിയിട്ടില്ല പാർട്ടിയിൽ നിന്ന്. പാർലമെന്റ് രംഗത്തല്ല, പാർട്ടി സംഘടനാ രംഗത്ത്. അപ്പൊ ആ പാർട്ടി സംഘടനാ രംഗത്ത് തന്നെ ആ നിലയ്ക്ക് പരിഗണിക്കണം എന്നുള്ള ഒരു വളഞ്ഞ വഴിയുള്ള ക്ലെയിമാണ് അദ്ദേഹം ഇന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴൊന്നും പുറത്തു വരില്ല. PCC പുനഃസംഘടന അടുത്തെത്തുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഇത് വീണ്ടും അദ്ദേഹം സജീവമാക്കുകയും ചെയ്യും. അതല്ലാതെ താൻ എന്തെങ്കിലും പറഞ്ഞ് വിവാദമായാൽ കുഴപ്പമാകുമല്ലോ പാർട്ടിക്ക് എന്നുള്ള സതുദ്ദേശപരമായ താല്പര്യം കൊണ്ട് നിഷ്കളങ്കനായ കൊടിക്കുന്നിൽ ഇങ്ങനെ പ്രസ്താവന നടത്തി എന്നുള്ള കാഴ്ചപ്പാടിലല്ല ഞാൻ അതിനെ കാണുന്ന എന്ന് പറയുകയായിരുന്നു. ഇത്രയും പാരമ്പര്യമുള്ള, ഇത്രയും തവണ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ KPCCയുടെ അധ്യക്ഷ സ്ഥാനം അദ്ദേഹത്തിന് ആഗ്രഹിക്കാൻ പാടില്ല എന്നുണ്ടോ? കോൺഗ്രസ് അങ്ങനെ ആഗ്രഹിക്കുന്നതിന് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. പക്ഷെ പാർട്ടി കോൺഗ്രസ് ആണ് ഷമ്മി, അത് ആലോചിക്കണ്ടേ? പാർട്ടി കോൺഗ്രസ് ആണേ. അവിടെ ഇത് എങ്ങനെ നടത്തിയെടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായ ഫോർമുല ഉണ്ടാവും. ആ ഫോർമുലയുടെ ആദ്യത്തെ ചെറിയ കതിനെയാണ് ഇന്ന് പൊട്ടിയേക്കുന്നത്. ഇനി വലിയ കതിനകളും മാലപ്പടക്കങ്ങളും ഒക്കെ എത്രയോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവും. അതൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു ചെറിയ കതിന പൊട്ടിക്കുകയാണ്. വേദനയോടെ താൻ പലതും വിഴുങ്ങുന്നു, എന്നാൽ അത്യാവശ്യത്തിന് എഴുതിക്കൊണ്ടെന്ന് മാത്രം പ്രസംഗിക്കുന്നു. കൂടുതൽ പറഞ്ഞാൽ പാർട്ടിയെ കുഴപ്പത്തിലാക്കാൻ താനില്ല എന്നുള്ള വളരെ ഉത്തരവാദിത്വപൂർണമായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാവരും തൃപ്തിപ്പെട്ടോണം. അതുകൊണ്ട് ആരും തൃപ്തിപ്പെട്ടില്ല, എല്ലാവർക്കും അറിയാം. മാത്രമല്ല, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എന്നെ കൂടി ആലോചിക്കണം എന്നൊരു മെസ്സേജ് കൂടിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. വളരെ നന്ദി, N. ജയചന്ദ്രൻ.